പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, അങ്ങയുടെ പ്രായോഗിക പരിജ്ഞാനത്തെയും SNDP കഴിഞ്ഞ കുമാരനാശാന്റെ കാലത്തിനേക്കാൾ കൂടുതൽ നയിച്ച അങ്ങയുടെ പാരമ്പര്യത്തെയും പ്രവർത്തന പരിചയത്തെയും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന നിലയിലേക്ക് താങ്കൾ മാറുമ്പോൾ അത് വിമർശിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മൈക്ക് തട്ടിമാറ്റിയാൽ ഈ വിമർശനം നിലച്ചു എന്ന് അങ്ങ് കരുതരുത്. അങ്ങ് മൈക്ക് തട്ടിമാറ്റിയത് ഞങ്ങൾക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ്. കാരണം ഞങ്ങളുടെ മൈക്കിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയോടുള്ള വിമർശനമുണ്ടല്ലോ, കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടുള്ള ആ വിമർശനം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് വിനീതമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മലപ്പുറത്ത് സ്കൂളുകൾ കുറഞ്ഞുപോയി എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല. മലപ്പുറത്തെ സ്കൂളുകളിൽ പഠിക്കുന്നതും എല്ലാത്തരം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. ആ സ്കൂളുകളൊക്കെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന രാഷ്ട്രീയം സമവായത്തിൻ്റെ രാഷ്ട്രീയമാണ്, മതമൈത്രിയുടെ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വാഗൺ ട്രാജഡി മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയാണ് മാപ്പിള ലഹള എന്ന പേരിൽ നിങ്ങൾ കളിയാക്കി വിളിച്ച സമരത്തെ മുഴുവൻ മറികടന്നുകൊണ്ടാണ് മലപ്പുറത്തിൻ്റെ രാഷ്ട്രീയം ജീവിക്കുന്നത്. മലപ്പുറം മൈത്രിയുടെ പേരിൽ അറിയപ്പെടും. ഒരാന ചെരിഞ്ഞാൽ അത് പാകിസ്ഥാനിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായ മനുഷ്യരുടെ ഇടയിൽ മലപ്പുറത്തെ മാത്രം വേർതിരിച്ചു നിർത്താനുള്ള ഇസ്ലാമോഫോബിക് രാഷ്ട്രീയത്തെ ഇടതുപക്ഷം പിന്താങ്ങരുത് എന്നതാണ് എൻ്റെ പക്ഷം. വെള്ളാപ്പള്ളി അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തിയത്, അതൊരു കാരണം മാത്രമാണ്. അത് ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്തേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി. അതിനോടൊപ്പം PMC അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടു. ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലതുപക്ഷത്തേക്ക് ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കുന്നതിന് ക്രോഡീകരിക്കുന്നതിനുള്ള രാഷ്ട്രീയ പശ്ചാത്തലമായി മാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും രാഷ്ട്രീയമായിട്ടുള്ള മനസ്സിലാക്കൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത്, അങ്ങ് എത്ര തട്ടിമാറ്റിയാലും ആ മൈക്കിലൂടെ നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വീണ്ടും അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തിപരമായ വെള്ളാപ്പള്ളിയോട് നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ അങ്ങ് ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണ്.